ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിന്ധൂസ് കറി വേൾഡ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ജാം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഈസി സ്നാക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് ജാം എടുത്ത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു മിക്സഡ് ഫ്രൂട്ട് ജാം എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ പതപ്പിച്ച് ഒരു നല്ലപോലെ പതപ്പിച്ച് ഒരു ഫോമി കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്ത് ആക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഫോമി കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ ആണ് ഒഴിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ ഓയിലും കൂടെ നമുക്കിതിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർക്കാം. അത് കഴിയുന്നതും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമ്മളുടെ മുട്ടയും ഇതിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ പാലും കൂടെ നമുക്കിതിൽ നല്ലതുപോലെ മിക്സ് ചെയ്യാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് നല്ല മിക്സ് പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാം. ഇത് കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ ഇതാണ്. ഇനി ഇതിൽ നമ്മൾ ജാമിൻ്റെ മധുരമില്ലാതെ വേറെ മധുരമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് തന്നെ ആവശ്യത്തിന് മധുരമുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഒരു അപ്പം ഉണ്ടാക്കാനാണ് പോകുന്നത്. കുട്ടികൾക്ക് നമ്മളുള്ള സ്നാക്സ് ആക്കിയിട്ട് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊന്ന് പാനിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ടൊന്ന് മറിച്ചിടാം. ഇനി ഇതൊന്ന് നമുക്ക് മറിച്ചിടാം കേട്ടോ. നമുക്കൊരു 2 മിനിറ്റും കൂടെ ഒന്നും കൂടെ മറിച്ചിട്ട് 2 വശവും മൊരിയിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ഏകദേശം വെന്തിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇനി നമുക്കിതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ നമ്മൾ വേറെ മധുരമൊന്നും ചേർക്കുന്നില്ല. ഒരു മുട്ടയും കുറച്ച് പാലും മൈദയാണ് ചേർത്തത്. ജാമിൻ്റെ മധുരം തന്നെയാണ്. അതുകൊണ്ട് ഇതിനൊരു പ്രത്യേക മിക്സഡ് ഫ്രൂട്ട് ജാമിൻ്റെ ഒരു ഫ്ലേവറും ഉണ്ടാവും. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തു വിടാനും അതുപോലെ തന്നെ നമുക്ക് ആർക്ക് കഴിക്കാനായാലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.